സംസ്ഥാന സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടരവെ മുഴുവൻ സർവകലാശാലകളിലും സ്ഥിരം വിസിമാരെ നിയമിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടപടി തുടങ്ങി. കേരള ഉൾപ്പെടെ 8 സർവകലാശാലകളോടും സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ നിർദ്ദേശിച്ച് ഗവർണർ കത്ത് നൽകി. സ്ഥിരം വിസിമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടതോടെയാണ് നീക്കം. കണ്ണൂർ, കേരള, MG, കുസാറ്റ്, ഫിഷറീസ്, മലയാളം, KTU, കാർഷികം എന്നീ 8 സർവകലാശാലയിലേക്കാണ് ചാൻസലറായി ഗവർണർ സ്ഥിരം വിസിമാരെ നിയമിക്കേണ്ടത്. ഇതിൽ വിസി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 5 സർവകലാശാലകൾക്ക് കൂടി കത്തയച്ചിരിക്കുകയാണ് ചാൻസലറായി ഗവർണർ. കുസാറ്റ്, മലയാളം എന്നീ സർവകലാശാലകൾക്ക് ഈ മാസം ആദ്യവാരവും കേരള സർവകലാശാലയ്ക്ക് ദില്ലിക്ക് പോകുന്നതുമായി ഗവർണർ കത്തയച്ചിരുന്നു. ചാൻസലർ, UGC, സർവകലാശാല പ്രതിനിധികൾ അടങ്ങുന്ന 3 സമിതി നൽകുന്ന ലിസ്റ്റിൽ നിന്നാണ് ചാൻസലർ വിസിയെ നിയമിക്കുക. സെനറ്റ് ചേർന്ന് സർവകലാശാല പ്രതിനിധിയെ തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് രീതി. സർക്കാർ ഗവർണർ ബന്ധം വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഒരു സർവകലാശാലയിൽ നിന്നും സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകില്ലെന്ന് ഉറപ്പാണ്. സ്ഥിരം വിസിമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിസി നിയമനത്തിന് തന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായി എന്നാകും ഹൈക്കോടതിയിൽ ഗവർണറുടെ സത്യവാങ്മൂലം. ഇത് മുന്നിൽ കണ്ടാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ ഈ കത്തുകൾ. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് ചാൻസലറായ ഗവർണറാണ്. സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലകൾ അവരുടെ പ്രതിനിധിയെ നൽകിയില്ലെങ്കിൽ UGC, ചാൻസലർ പ്രതിനിധികൾ മാത്രമടങ്ങുന്ന സെർച്ച് കമ്മിറ്റിയുമായി ഗവർണർ മുന്നോട്ടു പോകുമോ എന്നത് ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിൽ നിർണായകമാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.